കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സാക്ഷാൽ മുക്തന്മാർ ദുഃഖ സുഖങ്ങളുടെ ലാഭം നിത്യമല്ലെന്നറിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ടു മുക്തന്മാർ ദുഃഖരഹിതന്മാരായിരിക്കുന്നു. മുക്തന്മാരന്തികത്തിൽ മൃത്യു വന്നടുത്താലും ചിത്തത്തിൽ ദുഃഖിക്കയില്ല, അധികം സന്തോഷിക്കും. ആയതെങ്ങനെയെന്നാൽ അതു നീ കേട്ടുകൊള്ളുക. മായാവൈഭവമതി വിചിത്രം ചിത്രം ചിത്രം. മുക്തന്മാർ സുഖദുഃഖ ബന്ധമോക്ഷങ്ങളെല്ലാം മുക്തന്മാർ സുഖദുഃഖ ബന്ധമോക്ഷങ്ങളെല്ലാം നിത്യമല്ലെന്നുള്ളത്തിലറിഞ്ഞു യോഗധ്യാനം നശ്യമല്ലതു പാർത്താൽ എത്രയും നിർവിഷയം. ആശുബോധിച്ചു മൃത്യു തന്നെയും ഭയമെന്നേ. മൃത്യുജന്മാതിഭേദാഭേദ വിച്ഛിന്നരായി ചിത്തത്തിൽ ഭയം കൂടാതാനന്ദിച്ചിരിക്കുന്നു. മറ്റുള്ള മൂഢന്മാർക്കു ഭയരൂപമാ മൃത്യു ചെറ്റല്ല ദിനം പ്രതിയടുത്തു വരുമല്ലോ. മുക്തനെ കാണപ്പെട്ടിടുന്നതും കേൾക്കായതും ചിത്തത്തിൽ ഓർക്കുന്നതും വൈരവും അസൂയയും വരവും ചെലവും നാനാത്വമായിരിപ്പതും ത്വരിതം നശിപ്പതുമെരിപ്പുള്ളതുമുള്ളിൽ ഒക്കെ വീഴ്ച വിരഹിതത്വകാമം കൊണ്ടു സൽകൃഷി പ്രവർത്തി പോൽ ബലമായി വരുന്നവ എടുത്തിട്ട ഫലത്തെ തള്ളുന്നു. പിന്നെയവൻ പടുത്തമോടു ധർമ്മ പരിപാലനം ചെയ്യും. എങ്ങനെ നിഷ്കാമകർമ്മത്തിനാത്മയോഗമംഗലമേറ്റം യോഗ്യ പുരുഷന്മാർക്കു പോലും സാധ്യമല്ലാതെ സർവജിതമാമുക്തിസ്ഥാനം ആസ്തയാ പ്രാപിക്കുന്നതെങ്ങനെയെന്നു കേൾക്കാം.
ദേവനായ ജനം ചെയ്തതിൻ്റെ കർമ്മഫലം ദേവനായി ഭവിച്ചുടൻ പരത്തിൽ ഭുജിക്കുന്നു. എത്ര പുണ്യം ചെയ്തിടിൽ അത്ര കാലവും സ്വർഗേ ചിത്തമോദേന വാഴുമില്ല സംശയമേതും. ധർമ്മപാലനം ചെയ്തു വസിച്ചാലിതു ഫലം ധർമാചാരങ്ങൾ വിട്ടിട്ട് അധർമാചാരനായാൽ നരകത്തിങ്കൽ നിന്നു കയറിയിടാതെ പിന്നെ ത്വരിതമവശനായ ദുഃഖ സംഭവമായ കർമ്മങ്ങൾ കൊണ്ടു ജന്മം മേൽക്കുമേൽ നികൃഷ്ടമാം കൽമഷരൂപമർത്യ ദേഹത്താലെന്തു ബലം സൽക്കർമ്മങ്ങളെ കൊണ്ടു ദേവനായി ഭവിച്ചിടം ദുഷ്കർമ്മങ്ങളെ കൊണ്ടു ഹീനനായി ഭവിച്ചിടം. സ്വർഗവും നരകവും തന്നെ കർമ്മങ്ങളാൽ ഒക്കവേ ദേഹമൂലം ദേഹമോ കർമ്മമൂലം. ഇങ്ങനെ കർമ്മദേഹ കാരണബന്ധത്തിനാൽ ഇങ്ങനുഭവം സ്വർഗ നരകം കാണുന്നില്ലേ. തന്നുടെ ഉള്ളിൽ കർമ്മവാസനാബന്ധം കൊണ്ടുവന്നു കൂടിയിടുന്നതു ദേഹാദി സുഖദുഃഖം കാമകർമ്മങ്ങളാലേ നരക സ്വർഗങ്ങളും കാൺമതു കൊണ്ടു തന്നെ നിഷ്കാമകർമ്മികൾക്കും നരക സ്വർഗ സുഖ ദുഃഖ ദേഹാദികളും വരികയില്ലെന്നതു നിശ്ചയമറിഞ്ഞാലും ആകയാൽ മുന്നേ ചെന്ന നിഷ്കാമ കർമ്മയോഗി ലോകധർമാചാരാഢ്യകർമ്മങ്ങൾ ചെയ്തിടിലും നിത്യമല്ലിവയൊന്നുമെന്നു ചിന്തിച്ചു ചിത്തേ നിത്യവും ആചരിച്ചു വരുന്ന കർമ്മബീജം ഭസ്മമായി പോകമൂലം കർമ്മത്താലില്ല ബന്ധം വിസ്മയമതിനാലേ മുക്തനാമവന്നൂനം. ആപത്തായിരിപ്പോരു ദേഹത്തെ ഭജിച്ചിട്ടു താപമെന്നയെ സുഖമെന്തുള്ളൂ നരന്മാർക്ക്. ജനന മരണാദി ദുഃഖ സൗഖ്യങ്ങൾ തരും തനുവിനായി കാമകർമ്മ ബന്ധങ്ങൾ വിട്ടു മോക്ഷാനുഭവ സിദ്ധിക്കായി വന്ന നരദേഹാൽ നിഷ്കാമകർമ്മം ചെയ്തു മുക്തിയെ സിദ്ധിക്കണം. മുക്തനോ ഭയമൊരു നാളുമില്ലൊന്നിനാലും ശക്തനല്ലവൻ ദേഹോത്ഭവമാം കർമ്മങ്ങളിൽ മുക്തനീ മറ്റു ജന്മികൾക്കെല്ലാവർക്കും ചിത്തത്തിൽ ഭയമുണ്ടാം കാമകർമ്മങ്ങളാലേ. ലോകവാസികൾക്കുമാകൽപ്പജീവികളായ ലോകപാലകന്മാർക്കും ഭയമുണ്ടു പാരം. ദിവരാർത്ഥത്തിൽ പരമായുസാം ബ്രഹ്മാവിനും വിവശം മദ്ഭയം കൊണ്ടൊക്കെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിയിൽ ഗുണമുണ്ടാം ഇന്ദ്രിയാദ്യങ്ങളുണ്ടാം
തുഷ്ടിയോടപ്പോൾ ജീവൻ ഗുണസംയുക്തനായി കർമ്മങ്ങൾ ചെയ്തു കർമ്മഫലങ്ങളെല്ലാറ്റെയും ചിന്മയനായ ജീവൻ ഭുജിച്ചിടുന്നു നിത്യം. എത്ര നാളാത്മാ ഗുണസംബദ്ധനായിടുന്നതത്ര നാളേക്കും നാനാവിധത്വം ഭവിക്കുന്നു. നാനാത്വമെത്ര കാലമാത്മാവിനെന്നാകിലോ നൂനമത്ര കാലവും സ്വതന്ത്രത്വവും വരാം. എത്ര നാൾ സ്വതന്ത്രത്വമില്ലാതെ ഇരിക്കുന്നതത്ര നാൾ ഈശ്വരങ്കൽ ഭയവുമുണ്ടായിടും. ഈശ്വനെ ഉപാസിച്ചു മോഹിച്ചിടുന്നു ജീവൻ ഈശ്വനും താനുമൊന്നെന്നുള്ള ബോധം കൂടാതെ. കാലാത്മാഗമലോക പ്രകൃതി ധർമ്മമിതോ കാലഭേദം കൊണ്ടെന്നെ ബഹുവായി ചൊല്ലിയിടുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശാം. ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ജഗദംബയായേതി സമർപ്പയാമി. ഓം പൂർണ്ണമിദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.